ഹലോ, മലേഷ്യ ബേസ്ഡ് ആയിട്ടുള്ള മിസ്റ്റർ DIY അവരുടെ പുതിയ ഔട്ട്ലെറ്റ് തൃശ്ശൂർ തുടങ്ങിയ കാര്യം എത്ര പേർക്ക് അറിയാം? ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റീല്. ഗ്രൗണ്ട് ഫ്ലോറിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ കീ ചെയിൻസ് കാണാൻ സാധിക്കും, വിച്ച് ഇസ് പീൻട്രസ്റ്റ് വർത്തി ഓർ ഇൻസ്റ്റാഗ്രാമബിൾ ആയിട്ടുള്ള കുറേ ക്യൂട്ട് മിനിയേച്ചർ കീ ചെയിൻസ്. ടോട്ട് ബാഗ്സിൻ്റെ ആണെങ്കിലും നല്ല വെറൈറ്റി പ്രിൻസിൽ കുറേ കാണാൻ സാധിച്ചു. ഇനി കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. ലൈക്ക് ടോയ്സ് ആയിക്കോട്ടെ, ഡോൾസ് ആയിക്കോട്ടെ, കാർസ്, പിന്നെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രൊഡക്ട്സ് ഒക്കെ അവിടെ ഉണ്ട്. എല്ലാം അത്യാവശ്യം അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അവിടെ കൂടുതലുള്ളത്. ഇനി അത് ലേഡീസ് സെക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ അണ്ടർ 100 കുറേ ആക്സസറീസ് കാണാൻ സാധിക്കും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കാം. ഹെയർ ആക്സസറീസിൻ്റെയൊക്കെ ഒരു വൻ ശേഖരണമാണ് അവിടെ കാണാൻ സാധിച്ചത്. ഷോ പീസ് ഐറ്റംസ് ആണ് നോക്കുന്നതെങ്കിൽ അതിനും വെറൈറ്റി ഓഫ് കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. ലൈക്ക് എനിക്കെല്ലാം പേഴ്സണലി അവിടുത്തെ ഷോ പീസ് ഐറ്റംസ് ഇഷ്ടപ്പെട്ടായിരുന്നു. ഹെൽത്ത് റിലേറ്റഡ് പ്രൊഡക്ട്സിനും അവിടെ ഒരു സൊല്യൂഷനും ഉണ്ട്. പിന്നെ കപ്സ് ആൻഡ് മഗ്സ് ആണ് നോക്കുന്നതെങ്കിൽ അതും അവിടെ നിങ്ങൾക്ക് പോയാൽ ഇഷ്ടപ്പെടും. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഒരു വൻ ശേഖരണം അവിടെ കാണാൻ സാധിച്ചു. പിന്നെ ആമസോൺ മീഷോയിലൊക്കെ കാണുന്ന പോലത്തെ പീൽ ആൻഡ് സ്റ്റിക്ക് വാൾപേപ്പേഴ്സിൻ്റെ കുറേ വെറൈറ്റീസിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ബാഗ്സ് ആയിക്കോട്ടെ, ക്യാപ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം നല്ല വെറൈറ്റി കളക്ഷൻസിൽ അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ഷോപ്സിൽ കാണാത്ത ടൈപ്പുള്ള ഡിസൈൻസൊക്കെ അവിടെ കാണാൻ സാധിച്ചു കേട്ടോ. എനിക്ക് പേഴ്സണലി കുറേ പ്രൊഡക്ട്സ് അവിടുത്തെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. സോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ജയലക്ഷ്മിയുടെ അടുത്ത് വെസ്റ്റേൺ ഏരിയയുടെ ഓപ്പോസിറ്റ്. ഓക്കെ, ബൈ.